ഇതെന്താ? നോമ്പ് തീർന്നിട്ടേ ഒരാഴ്ച കഴിഞ്ഞ് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിനി. ഇത് അതിന്റെ റിസൾട്ടാ. ഫിസിഷ്യൻ പറഞ്ഞാണല്ലോ, അവരവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഡോക്ടറെ പോയി കാണിക്ക്. ഞാൻ പോകൂല ആ ഡോക്ടറെ അടുത്ത്. അല്ല, എന്താ പ്രശ്നം? എന്താ? ആ ഡോക്ടറെ നോമ്പിന് മുമ്പ് വന്നപ്പം കുറെ ക്ലാസ് ഒക്കെ എടുത്തന്നീനി. 4-5 കിലോ എന്തായാലും നോമ്പിന് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും, അത് കുറച്ചിട്ട് തന്നെ വന്നാൽ മതി എന്നൊക്കെ കുറെ ക്ലാസ് ഒക്കെ എടുത്തന്നീനി. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴേ വെയിറ്റ് കൂടിയതാ. അതുകൊണ്ട് എനിക്കൊരു പേടി പോവാന്. ഷുഗർ, HbA1c, ബാഡ് കൊളസ്ട്രോള്, ലിവർ എൻസൈംസ് എല്ലാം പിടുത്തം വിട്ട കോലത്തിലാണല്ലോ. അതന്നെ എനിക്ക് പറയാനുള്ളേ. മരുന്ന് ഞാൻ കുടിച്ചേണ്, ഏത് മരുന്നൊക്കെ ഞാൻ കുടിച്ചേണ്, പക്ഷെ തീരെ കുറഞ്ഞില്ലല്ലോ. അപ്പൊ ആരുടെ തെറ്റി? എന്റെ ഏറ്റാ? നോമ്പല്ലായിരുന്നോ 29 ദിവസം? അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താണ്? നോമ്പിന് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും, നിങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടതാണ് ഡോക്ടർ. ഇവിടെ ആരും നോമ്പ് ആഘോഷിച്ചില്ലല്ലോ. ആഘോഷിച്ചത് മുഴുവൻ ഇഫ്താർ പാർട്ടികളല്ലേ. 11 മാസം തിന്നും കുടിച്ചും ആഘോഷിച്ചും പാർട്ടി നടത്തിയും സൽക്കാരം നടത്തിയും ട്രിപ്പ് അടിച്ചും ഒക്കെ 11 മാസം കഴിച്ചു കൂടും. 1 മാസത്തിന് മാത്രമേ പഠിച്ചോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഭക്ഷണമൊക്കെ കുറക്കുക, എല്ലാം മിതമാക്കുക, ദാഹവും വിശപ്പൊക്കെ അറിയുക. കാരണം പാവങ്ങൾ, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വിശപ്പ്, ദാഹം ഇതൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ അറിയുക, അവർ അനുഭവിക്കുന്ന നിങ്ങൾ അറിയുക. ഭയഭക്തി, ത്യാഗം, ആത്മനിയന്ത്രണം, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ 1 മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ നടന്നത്? ബീച്ചിലും റോട്ടിലും പുഴവക്കിലും ഹോട്ടലുകളിലും വീടുകളിലും എവിടെ കണ്ടോ അവിടെ ഇഫ്താർ പാർട്ടിയാണ്. ശരിക്കും അന്യമതസ്ഥർ ഇപ്പോൾ നമ്മളെപ്പറ്റി ധരിച്ചിരിക്കുന്നത് റമളാൻ എന്നാൽ ആഘോഷമാണ്. പുതുപുത്തൻ വിഭവങ്ങൾ പലതരത്തിലുള്ള, അത് ഫുൾ ഹൈ കലറി, നിറയെ ഷുഗർ, നിറയെ എണ്ണ, മൈദ, കഴിക്കാൻ പാടില്ലാത്തതാണ് മൊത്തം കഴിച്ചു കൂട്ടിയത്. പിന്നെ എങ്ങനെ ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഇവിടെ ശരിയാവും? അതിനെ നോമ്പ് തുറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സുന്നത്തുള്ള കാര്യമല്ലേ? നമ്മളെല്ലാരും വിളിച്ച് നോമ്പ് ഉറപ്പിക്കല്ലേ? തിന്നണ്ടാന്നൊന്നും പഠിച്ചാൻ പറഞ്ഞില്ലല്ലോ. തിന്നണ്ടാന്ന് ഞാനും പറയുന്നില്ലല്ലോ. നോമ്പിന് നമുക്ക് അത്രയും കൺട്രോളിൽ നമ്മൾ നിർത്തണം. ഭക്ഷണത്തോടുള്ള ആർത്തിയും മറ്റ് പല കാര്യങ്ങളോടുള്ള ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ കൺട്രോളിൽ നിർത്തി ജീവിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കോലത്തിൽ എൻ്റെ അടുത്ത് വരില്ലായിരുന്നു. എല്ലാം മാറി മറിഞ്ഞല്ലോ ഇപ്പോൾ. ഇതിപ്പോൾ പിടിച്ചതിനടി വലിയ മടയിൽ പറഞ്ഞാൽ അതിരി. അങ്ങോട്ട് എന്നാണ് ഞാൻ ആ ഡോക്ടറെ അടുത്ത് തന്നെ പോയിക്കോളാം കേട്ടോ. ആയിക്കോട്ടെ.